ഞാൻ ഇതുവരെ എന്റെ സഹോദര ഞാൻ ഇതുവരെ കഞ്ചാവ് പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല. ഇല്ല. ആ ടോക്ക് വിട്ടേക്ക് ബ്രദർ. ആ ടോക്കിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇനി കസേരക്ക് അടിക്കോട്ടെ. ഈ കസേരക്ക് നല്ല കസേരയാണ്, അടിക്കാൻ പറ്റിയ കസേരയാണ്. ഒറ്റടിക്ക് നോക്കാം. പ്രതികരിക്കണം നിങ്ങളോട്. പ്രതികരിച്ചാടാ നിന്റെയും എന്റെയും ഒക്കെ തലയാൻ വെട്ടിയിടും ഞാൻ. എനിക്ക് അത്രക്കുള്ള ദേഷ്യമുണ്ട്. ഈ ചെടി വലിച്ച ഒരുപാട് ലെജൻസ് ഭൂമിയിലുണ്ട്. അവരോടൊക്കെ പോയി ചോദിക്കുന്നത് അവര് പറഞ്ഞു തരും. ചോദിക്കും. വിറക്കും കാലം ഇടന്നിട്ട് അതൊക്കെ നമ്മൾ ഓളാണ് നെഞ്ചത്തെ ചൂട്ടിക്ക് ഒരു ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കഴിഞ്ഞ 10 കൊല്ലം പഠിച്ചിട്ട് നമ്മളെ പിള്ളേരെ എല്ലാരെയും അടിമകളാക്കി. അടിപ്പ് ഈ തൂഫാൻ വന്ന് പെട്ടെന്ന് വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണം. അവര് 10 കൊല്ലം ഭരിക്കുന്ന ടൈമാണ് ഈ പൊടി സുലഭമായി തുടങ്ങിയത് അല്ലേ? ഇനോ പൊടി സുലഭമായി, പൊടി എല്ലായിടത്തും സുലഭമായി. അതുകൊണ്ടാ പറഞ്ഞ 10 കൊല്ലം ഭരിച്ചിട്ട് നമ്മളെ പിള്ളേരെയൊക്കെ അടിമകളാക്കി. എന്നിട്ട് ഇപ്പൊ തൂഫാൻ വന്നിട്ട് അവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണം. ബ്രദർ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബ്രദർ. ഞാൻ ടിവിയും കണ്ടിരിക്കുന്നു. ഞാൻ തലടിച്ചു വീണ് മറ്റേ ഇരുമ്പിന്റെ റെയില്. തലേന്ന് ഒരു തുള്ളി ചോര പോലും വന്നില്ല. ഇന്റേണൽ ഇഞ്ചുറി ആയിട്ട്. അന്നേരം അത് കാര്യമാക്കിയില്ല. അവിടുന്നാണ്ടാവേ പണി കിട്ടി തുടങ്ങിയത്. അവിടുന്നാണ് ജീവിതവും മാറി തുടങ്ങിയത്. അത്ര നാള് പോസ്റ്റ് ലൈഫായിരുന്നു. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് ബ്രദർ. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഞാൻ ആരുടെ ഇനി തല്ലുപിടിക്കാനില്ല, ഒന്നിനുമില്ല ബ്രദർ. എനിക്കിനി കുറച്ച് ജീവിതമുള്ളൂ. ഞാനത് എവിടെയെങ്കിലും മൂലക്ക സൈഡിലൊക്കെ ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനും തന്നെ തന്നെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിങ്ങനെ വേദനിപ്പിക്കുന്നത്? ഹായ്, ഐ എം ഗണേഷ് സത്യകുമാർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും സുപരിചിതനായ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നറിയപ്പെടുന്ന നെവിൻ അഗസ്റ്റിനാണ്. ഹായ്. സുഖം. എന്ത് പറയും, സുഖമാണോ? ജീവിതം അങ്ങനെ പോണി. ജീവിച്ചു പോയില്ലേ? കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാത്തിനും മാറിയിരിക്കുന്നത് എന്ത് പറ്റി? എന്തിനാണ് വെറുതെ സ്വന്തം കുഴിയാൻ തന്നെ. ഈ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് ശരിയാവുന്നില്ല എന്ന് തോന്നി. ശരിയാ, ഇന്റർവ്യൂസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ വേറെ പല മീഡിയ എന്ന് പറയുമ്പോ പല മീഡിയ ഉണ്ടല്ലോ. എല്ലാ മീഡിയന്നും പണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഒരു സിനിമ ചെയ്തിട്ടിരിക്കണാണ്. ആ സിനിമ ഇറങ്ങാൻ വേണ്ടി ഇരിക്കണാണ്. ഇറ്റ്സ് എ പാൻ ഇന്ത്യൻ മൂവി. ഒപ്പീസ് എന്നാണ് പേരിട്ടേക്കണത്. ആരാണ് കൂടെ അഭിനയിക്കുന്നത്? ആരൊക്കെ? 2 നായകന്മാരുണ്ട്. മെയിൻ നായകൻ കന്നഡ ദീക്ഷിത് ഷെട്ടി, പിന്നെ ഷൈൻ ടോം ചാക്കോ. ഷൈൻ ചേട്ടനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരു 20 മിനിറ്റ്സ് പറ്റി ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റ് വരുന്ന ക്യാരക്ടറാണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോ? എങ്ങനെയുണ്ടായിരുന്നു? ആസ് ആൻ ആർട്ടിസ്റ്റ് ഈസ് ആൻ OG ആർട്ടിസ്റ്റ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോ പരിചയപ്പെട്ട് അദ്ദേഹം കഥാപാത്രത്തിന്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, ഡാവിന്റെ സീനെല്ലാം കട്ട് പറഞ്ഞിട്ടും ഡാവിന് ആ കഥാപാത്രം ഡാവിന്റെ വിട്ടുപോയിട്ടില്ല. ഞാനതൊക്കെ ഡാവിന്റെ ക്യാച്ച് ചെയ്തിട്ടിരിക്കുന്നത്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഈസ് ആൻ ആവസം ആർട്ടിസ്റ്റ്. ഷൈൻ ചേട്ടൻ അടിപൊളി ആർട്ടിസ്റ്റാണ്. എന്ത് പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടൻ അഭിനയിക്കുന്ന കണ്ടിട്ട് പുള്ളി എന്തെങ്കിലും പറഞ്ഞോ? കമന്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു പാലത്തിന്റെ അടിയിൽ വെച്ചുള്ള സീനിൽ പറഞ്ഞായിരുന്നു, അഭിനയം കണ്ടിട്ട് അഭിനയം പോലെ ഇല്ലട്ടോ, ഒറിജിനാലിറ്റി കണ്ടിട്ടാന്ന്. എന്ത് ക്യാരക്ടറാ ചെയ്തത്? ഞാൻ ചെയ്തതെന്നാണ് ഞാനായിട്ട് തന്നെ ചെയ്തത്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് അടിച്ച് കിടിയായിട്ട് കിടക്കണ ഒരു ട്രാവലർ. ആരാണ് അപ്രോച്ച് ചെയ്തത് ഇതിലേക്ക്, ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്? ആരാ? ഡയറക്ടർ തന്നെ വന്നാണ്. സോജൻ ജോസഫ് എന്നാണ് സാറിന്റെ പേര്. സാറ് ബോളിവുഡിൽ നിന്നാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ബോളിവുഡിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പൊ മലയാളത്തില് പാട്ട് കൊടുക്കാൻ വന്നേക്കാണ്. എന്ന് റിലീസാവും സിനിമ? സിനിമ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം റിലീസ് ആണ്ടാണ്. ഡബിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇതാണ് ഏറ്റവും പുതിയ വിശേഷം. അതാണ് ഏറ്റവും വലിയ പുതിയ. ഞാനും വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടി. ആ പടം ഇറങ്ങിയാലേ എന്റെ ലൈഫും ഒന്ന് സ്റ്റേൺ ആവുള്ളൂ. ഞാനും ആകെ ബ്രോക്കനാണ്, ഫിസിക്കലി ആൻഡ് മെന്റലി. ഇപ്പൊ എത്ര നാളായി ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഫിസിക്കലി മെന്റലി ബ്രോക്കൺ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്? 6 കൊല്ലം പറ്റിയിട്ടുണ്ടാവും. 6 കൊല്ലം. എവിടുന്നായിരുന്നു ഇതിന്റെ തുടക്കം? എവിടുന്നായിരുന്നു?
യൂറോപ്പിന്നാണ് ക്രൊയേഷ്യ വൈഫായിട്ടുള്ള ഡിവേഴ്സിന് ശേഷമാണ് ഐ കനോട്ട് സ്ലീപ്പ് ഐ കനോട്ട് ഈറ്റ് അതിനുശേഷമാണോ അന്നേരം ഐ എം ജസ്റ്റ് കില്ലിങ് മൈ സെൽഫ് ഈ റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയത്? പിന്നെ റിയാലിറ്റിന്ന് ഞാൻ ഇതുവരെ ഒളിച്ചോടിയിട്ടില്ലല്ലോ. എനിക്ക് ചേട്ടൻ്റെ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. അപ്പോൾ ഇന്റർവ്യൂസ് കണ്ടു, ചേട്ടൻ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജോഷ് ടാക്ക് പോലെ ഏതോ ഒരു വീഡിയോയിൽ ചേട്ടൻ വളരെ എന്താ പറയുക, വളരെ ഹാപ്പി ആയി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ നെവിൻ അഗസ്റ്റിൻ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കണ്ട ആ ഒരാളിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ രൂപഭാവം ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, അയാളുടെ ഒരു സംസാര രീതിയും അയാളുടെ ഒരു ഒഴുക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മനസ്സിലാക്ക്, കഞ്ചാവെന്നൊരു ഡ്രഗ് അല്ല ബ്രദർ, അതൊരു ചെടിയാണ്. ഭൂമിയിൽ വിത്ത് വീണ് മുളച്ചു തന്നെ ഒരു ചെടിയാണ്. നിങ്ങൾ ചീര തിന്നണ, ക്യാബേജ് തിന്നണ, എല്ലാ മറ്റേ ഇലക്കറികളെല്ലാം പറിച്ചു തിന്നും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വെജിറ്റബിൾസ് ആണ്, ദാറ്റ്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. പിന്നെ വാട്ട് ദ ഫക്ക് ഇസ് മാൻ മറുവാണ്. പിന്നെ കഞ്ചാവെന്നാണ് എന്താണ് ബ്രദർ? ചീര കഴിച്ചാലോ അല്ലെങ്കിൽ ക്യാബേജ് കഴിച്ചാലോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സൈക്കോട്ടിക് ഡിസോർഡർ പോലുള്ള അസുഖങ്ങളോ സൈക്കോട്ടിക് ഡിസോർഡർ എന്താ പറയുന്നത്? കഞ്ചാവ് ഒഴിച്ചിട്ട് ആയിരിക്കാം വന്നിട്ടുള്ളത്, കഞ്ചാവ് ഒഴിച്ചിട്ട് ആരാ മരിച്ചിട്ടുള്ളത്? ഒരുപാട് മരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇതിപ്പോ മെന്റലി നമ്മളെ അഫക്ട് ചെയ്യും. ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങൾക്ക് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല, ആദ്യം നിങ്ങൾ പോയി അതിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ട് പോവാ. ഞാൻ എന്തായാലും കുറച്ച് വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഞ്ചാവ് വലിച്ചാലുണ്ടാവുന്ന, ഇപ്പോൾ ചേട്ടൻ്റെ ഇന്റർവ്യൂസിലെല്ലാം ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ലെജൻഡിനാ അദ്ദേഹം ഈ കഞ്ചാവിനെ കുറിച്ച് പാട്ട് എഴുതി എന്താണെന്നറിയോ? അത് അദ്ദേഹം ആ പാട്ട് എഴുതുമ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്താണെന്നറിയോ? എന്താണ്? ഹീസ് ഇൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്യാൻസർ. You know what you wrote about ganja? You know, ganja is a meditation, ganja is a cure, marijuana takes away my stress and pain. That's fucking true words, brother. പക്ഷേ ഇത് കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിനകത്ത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്. എന്ത് സൈക്കോട്ടിക് ഡിസോർഡർ? നമുക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരാം, കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇഷ്യൂസ്. ആർ യു ഡോക്ടർ? സയൻസ് ആണ് പറയുന്നത്. ഞാൻ ചേട്ടനോട് തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ തർക്കിക്കണം, ഞാൻ കഴിഞ്ഞൂടെ? സയൻസ് ഇന്ന് വേറെ പറയും, നാളെ വേറെ പറയും. അപ്പൊ സയൻസ് ശരിയല്ല എന്നാണോ പറയുന്നത്? മാൻ കം ടു റിയാലിറ്റി ബ്രദർ. അതാ ഞാൻ പറയുന്നത്. ഞാനിപ്പോ നമ്മുടെ സ്റ്റഡീസ് എത്ര പേരാണ്, എത്ര ഹോസ്പിറ്റലാണ് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഹാർട്ട് പേഷ്യൻസ് ആയിട്ടൊക്കെ വന്നേക്കാം. അത് സിഗരറ്റ് വലിക്കുമ്പോ വരും. സ്മോക്കിംഗ് ഇറ്റ്സെൽഫ് കോസസ് ക്യാൻസർ. സിഗരറ്റ് അല്ല ചേട്ടാ, സിഗരറ്റ് കോസിങ് ക്യാൻസർ. marijuana is a help for all diseases. ഇല്ല, you know. അപ്പോ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ കഞ്ചാവിനകത്ത് ഇല്ലെന്നാണോ പറയുന്നത്? എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനിപ്പോ വായിച്ചതിനകത്ത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, സയൻസ് ആണ് പറയുന്നത്. നീ അത് അനുഭവിച്ചറിയാതെ എന്താണ് മനസ്സിലായില്ല? ഭഗവാൻ പരമശിവൻ വരെ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ്. ഒരാൾ ഉപയോഗിച്ചതിന്റെ പേരിൽ, ഒരാള് ഉപയോഗിച്ചതിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞാണ്, അദ്ദേഹം വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെടിയാണ്. ഒരു ദൈവം ഉപയോഗിക്കോ? ഒരു ദൈവം അത് വിഷമാണെങ്കിൽ അത് ഉപയോഗിക്കോ? പറ. ഇത് ഉപയോഗിച്ചാലോ നമ്മൾ? ഇതിപ്പോ ചേട്ടാ അത് ഐതിഹ്യമാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉപയോഗിച്ചിരുന്നു, അത് നാളതാവുമ്പോ നീ ഗണേശൻ എന്ന വ്യക്തി ഒരു ഐതിഹ്യമായിരുന്നു. ഗണേശൻ എന്ന വ്യക്തി ഞങ്ങളുടെ തോന്നലാന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഇരിക്കണ എല്ലാരും തോന്നലാണെങ്കില, ഈ ഞാൻ വരെ തോന്നലാണെങ്കില, ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ മനസ്സിലായില്ല. ഇതൊക്കെയാണ് ഇത് മാൻ. ഞാൻ തന്റെ ഇത് പഠിച്ചെന്താണെന്നറിയോ? You have some mental problem. എനിക്ക് I am Dr. Manu. ബ്രാക്കറ്റിൽ മാനസികം. എനിക്കെന്തോ മെന്റൽ പ്രശ്നമുണ്ട്. അല്ല, ഇതിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഹെർബാണ്, ഞാനിത് ഉപയോഗിക്കുമെന്ന് ഞാനെല്ലാവരും സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇനി അതിനെ കുറിച്ച് ചോദിക്കണ്ട ബ്രദർ. എന്തിനാണ് ബ്രദർ അതിനെ കുറിച്ച് വെറുതെ ചോദിച്ച് വീണ്ടും? ഞാനിത് മരിക്കണവർ ഉപയോഗിക്കും, ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനിത് ഉപയോഗിക്കണത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. എൻ്റെ ബ്രെയിനിലുള്ള അസുഖത്തിന്റെ ഇതിലാണ് ഞാനിത് ഉപയോഗിക്കണത്. ഇത് ഞാൻ നിർത്തിക്കഴിഞ്ഞാ മൈ ലൈഫ് സ്റ്റക്കാണ്. എന്താ സുഖമാണ്? ബ്രെയിനില് മൾട്ടിപ്പിൾ ക്ലോറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് എനിക്ക്. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ, യുനോ. ഇത് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ഓരോ സെൽസും കില്ല് ചെയ്ത് കളയും. അപ്പൊ അതിന് ഇതെങ്ങനെയാണ്? ഒരു 10 years ബാക്ക് എന്റെ ടോക്കിംഗ് സ്റ്റെബിലിറ്റി ആ സെല്ല് പോയതാണ്. പിന്നെ ഐ കോണ്ടാക്ടിന്റെ സെല്ല് പോയതാണ്.
my half side almost paralyzed. ഉം. You know. എൻ്റെ ഈ അസുഖമുള്ളവർക്കൊക്കെ യൂറോപ്പിലൊക്കെ ഗവൺമെന്റിൽ നിന്നാണ് they provide കഞ്ചാവ് from the government. ഇതാണ് അതിനൊരു ക്യൂർ ആയിട്ട് ആ പറയുന്നത്. ഇതാണ് ക്യൂർ. from the nature this only cure. ഇതെങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത്? THC ഈ സെൽസിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിന്ന് നടക്കാൻ കാരണം നിങ്ങളെല്ലാരും ഇപ്പൊ എന്നാ ഈ കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഞാൻ സമൂഹത്തിനോടൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലാരും എന്നെ കഞ്ചാവ് വലിച്ച് പ്രാന്തായോന്നൊക്കെ വിളിക്കണം. എന്ത് വേണേലും വിളിച്ചു തന്നെ. ഞാൻ കുറെ അനുഭവിച്ചാനാണ്. എനിക്ക് സങ്കടമില്ല. പക്ഷെ ഒരു നാൾ നിങ്ങൾ എല്ലാം അറിയും ഈ ചെടി എന്താണെന്ന്. മനസ്സിലായില്ലേ? ഒരു നാൾ നിങ്ങൾ എല്ലാരും അറിയും ഈ ചെടി എന്താണെന്ന്. അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, ഞാൻ പോയിട്ടുണ്ടാവും. ഇപ്പോ ചേട്ടൻ തന്നെ മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വലിച്ചതിന്റെ പേരിൽ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത്, പിടിക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ പറയട്ടെ, അപ്പോ ഞാൻ പറയട്ടെ, ലൈഫിൽ എഴുതുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്തരത്തിൽ കഴിവുകളുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ അവസരങ്ങൾ സിനിമയിലേക്ക് വരാനുള്ള ഒരു അവസരമൊക്കെ നഷ്ടപ്പെടുത്തിയതാണ്. ലൈഫ് വേറെ രീതിയിൽ പോവാമായിരുന്നിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചെടിയുടെ പേരും പറഞ്ഞ് എന്നെ തഴയാനാണെങ്കിൽ അങ്ങോട്ട് തഴഞ്ഞു, എനിക്ക് സങ്കടമില്ല. ഒരു ചെടിയുടെ പേരും പറഞ്ഞ് അങ്ങനെ തഴയണ എന്നെ തഴഞ്ഞു, എനിക്കൊരു സങ്കടമില്ല. അല്ലെ, എന്നിരുന്നാലും ഇപ്പൊ കഴിവുകളുള്ള ഒരാളാകുമ്പോൾ അയാളുടെ കഴിവുകളെ ലോകം അംഗീകരിക്കണം, ആളുകൾ കാണണം, ആളുകൾ അറിയണം എന്നൊക്കെ എന്തായാലും ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഇത് മൂലം അതിങ്ങനെ കഴിവുകൾ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഒരിക്കലെങ്കിലും ഇത് ഉപേക്ഷിക്കണം എന്നും തോന്നിയിട്ടില്ലേ? ഞാൻ ഉപേക്ഷിക്കണം. ചേട്ടന്റെ കഴിവുകളെ ആരും അംഗീകരിക്കണം എന്ന് തോന്നിയിട്ടില്ലേ? പാട്ട് പാടുന്ന ആളല്ലേ, അല്ലേ? എഴുതുന്ന ആളല്ലേ? പാട്ട് എഴുതും, സ്വന്തമായിട്ട് പാട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന. അപ്പൊ അത് 4 പേര് കേൾക്കണം, അവരംഗീകരിക്കണം, കൈയടിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല? ഞാൻ പാടും. ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ഇറക്കും. വേറെ ഒന്നുമില്ല ബ്രദർ, എന്നെ സഹായിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരില്ല ബ്രദർ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നെ കളിയാക്കാനും എന്നെ വേദനിപ്പിക്കാനുള്ള ആൾക്കാർ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് നല്ല സഹോദരന്മാരുണ്ട്. എൻ്റെ ബീച്ച് റോഡ് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ കുറച്ച് നല്ല സഹോദരന്മാരുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ തെരുവിലെ മക്കളും, അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. ഞാനിപ്പോ എൻ്റെ ആകെ ഒരു ലക്ഷ്യം എൻ്റെ തെരുവിലെ മക്കളെ ഫീഡ് ചെയ്യുക. അവർക്കും വിശപ്പില്ലടൂ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്താന്ന് പറയുക? വിശപ്പാണ് ബ്രദർ, വിശപ്പാണ്. ഞാൻ നല്ലോണം അനുഭവിച്ചാലാണല്ല, മനസ്സിലായില്ലേ? ചേട്ടൻ പറഞ്ഞു ചേട്ടനെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു, ചേട്ടന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനൊന്നും ആൾക്കാരില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോ എന്താ പറയാ, അതിനെ വേണ്ട രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാനൊരു ഡാൻസറാണ് ബ്രദർ. എൻ്റെ അപ്പനും അമ്മയില്ലേ, ഞാൻ എവിടെ പോയാലും ഡാൻസ് കളിക്കൊന്നും പറഞ്ഞാൽ അവർ എന്നെ ഒരു പരിപാടിക്കും കൊണ്ടുപോകാറില്ല. ഞാൻ അവരോട് പറഞ്ഞെന്താന്നറിയോ, നിങ്ങൾ ഒരു 5 മിനിറ്റ് എൻ്റെ ഡാൻസ് ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡാൻസ് പഠിച്ചാണ്, മനസ്സിലായി. എനിക്ക് സ്കൂളിലും മറ്റേ ഡാൻസ് സ്കൂളിലൊക്കെ പോയി പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തില്. പക്ഷെ ചെറുപ്പത്തില് അതിനുള്ള കപ്പാസിറ്റി ഒന്നും വീട്ടിലുണ്ട്. വീട്ടിൽ തന്നെ അപ്പനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് അങ്ങനെ വളർത്തിയത്. ഓരോ ആഹാരത്തിന് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർന്നത്, മനസ്സിലായില്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർന്ന ഒരാളായത് കൊണ്ട് ഉറപ്പായും അയാളുടെ കഴിവുകൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഡാൻസ് ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് തന്റെ കഴിവുകൾ ആരെങ്കിലും അംഗീകരിക്കണം, ആളുകൾ ആരും അംഗീകരിക്കണ്ട ഇനി. ഞാൻ ഇനി ആരും അംഗീകരിക്കേണ്ടതാണോ? വേണ്ട, ഇനി ആരും അംഗീകരിക്കണ്ട. ആരും അംഗീകരിച്ചില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി വിത്ത് മൈ പെയിൻസ്, ഐ എം ഹാപ്പി വിത്ത് മൈ പെയിൻ. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്കൊരു സംശയം തോന്നുന്നത്. അതായത് ഐ എം ഹാപ്പി വിത്ത് മൈ പെയിൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ മുഴുകി അങ്ങ് നിന്നോളാം എന്നുള്ളൊരു പറച്ചിലാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണല്ലോ ഇപ്പൊ. എന്റെ വേദന ഞാൻ താങ്ങണേലും കൂടുതലായി, മനസ്സിലായില്ലേ? ഇതിൽ നിന്നൊന്ന് മാറണം. ഇതിൽ നിന്ന് എങ്ങനെ മാറാനും ബ്രദർ? ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, ഒരു തെറാപ്പി അങ്ങനെ ഒന്നും ചെയ്യണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലേ? സ്വന്തം അടുപ്പമുള്ളവരാരും. സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എന്തിനാണ് ബ്രദർ? ആ പൈസയും കൂടി ആയിരിക്കും കൊടുക്കണം. ആ പൈസയും കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കാം, മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാ? കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തെരുവിലെ മക്കളും ബ്രദർ, തെരുവിലെ പട്ടികള്, പൂച്ചകള്, പക്ഷികള്, അവർക്കും വിശപ്പുണ്ട് ബ്രദർ. ചില ഫോട്ടോ ചില മക്കൾക്കൊക്കെ ഇല്ലേ, അവരാരുടെ അടുത്തും പോലും എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളൂ. ചില മക്കളൊക്കെ ഞാൻ അവർക്ക് എല്ലാ ദിവസവും എന്നാൽ പറ്റുന്ന പോലെ ഫുഡ് കൊണ്ട് കൊടുക്കും. പിന്നെ കുറെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അവരുടെയൊക്കെ സങ്കടം കണ്ടിട്ടുണ്ടാവും.
ഒരു 4 കുഞ്ഞുങ്ങളുണ്ടായവിടെ. അതുങ്ങളുടെ അമ്മയെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ പോയതാണ്. ഞാൻ നോക്കിയപ്പോ ഒരു വണ്ടി ഇടിച്ച് കിടക്കണവള്. ഞാൻ അപ്പൊ തന്നെ എടുത്താനാ സൈഡിലേക്ക് മാറ്റിയിട്ട് നോക്കിയപ്പോ വായിലൊരു ചിക്കൻ്റെ ഒരു എല്ലും കഷ്ണം കടിച്ചും പിടിച്ചിട്ടുണ്ടാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫുഡ് എടുക്കാൻ പോയതാണ്. ഞാൻ അപ്പൊ തന്നെ അവളോട് പറഞ്ഞു, മക്കളെ ഞാൻ നോക്കിക്കൊള്ളാട്ടാന്ന്. ആൾക്കാരൊക്കെ പറയുമ്പോ അത് പട്ടിയല്ലേന്ന് പറയും. അതൊരു ജീവനല്ലേന്ന്. അതിനും ആത്മാവല്ലേന്നുള്ളത്. ഞാൻ അവരെയൊക്കെ കാണുന്ന പട്ടികളായിട്ടൊന്നല്ലോ, ഒരു ആത്മാക്കളായിട്ട് ചോദിക്കും. അതിന്റെ നന്മ എന്തെങ്കിലും ഉണ്ടാവട്ടെ ലൈഫിൽ. എനിക്കൊരു നന്മ ഉണ്ടാകണ്ടേ ജീവിതത്തിൽ ഇത്ര അനുഭവിച്ചു കഴിഞ്ഞ് ഇനിയൊന്നും എല്ലാം ജസ്റ്റ് ഒരു നേരം പോക്ക് മാത്രമാണ്. മനസ്സിലായി. മരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതാണോ? മരിക്കാൻ താല്പര്യമില്ലെന്നാണ്. എങ്ങനെ എന്തിനാണ്ടാവും ഞാൻ മരിക്കണത്? ആകെ ഒരു ജീവിതമുള്ള ബ്രദർ, ഓൺലി വൺ ലൈഫ് ബ്രദർ. ഞാൻ എന്തിനാണ് മരിക്കുകയാണ്? എന്തൊക്കെ സങ്കടവും എന്തൊക്കെ സന്തോഷമായാലും എന്തൊക്കെ പ്രതിസന്ധിയായാലും ആ ജീവിതം ജീവിച്ചല്ലേ ഇരിക്കണം ബ്രദർ. ദാറ്റ്സ് ലൈഫ് യുനോ. അതെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മലയാളികളെ ഏറ്റവും ആത്മഹത്യ യോഗ്യനായി നിൽക്കണ ഞാനാണ്. ഞാൻ നഷ്ടങ്ങളുടെ ഒരു കലവറയാണ് ഞാൻ. എല്ലാം ഞാൻ സ്നേഹിച്ച എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട്. ആദ്യം എന്റെ വീടാണ് നഷ്ടപ്പെട്ടത്. ചെറുപ്പം തൊട്ട് അപ്പനമ്മയും കൂടി കഷ്ടപ്പെട്ട് വെച്ച വീടാണ്. അതെങ്ങനെ നഷ്ടപ്പെട്ടു? അതെന്റെ ആക്സിഡന്റ് കഴിഞ്ഞപ്പോ ഞാൻ ഹാഫ് സൈഡ് ഓൾമോസ്റ്റ് പാരലൈസ്ഡ് ആയിപ്പോയി. അങ്ങനെ കുറെ കടങ്ങളൊക്കെ കയറി വീട് നഷ്ടപ്പെട്ട്. പിന്നെ എന്റെ ജോലി നഷ്ടപ്പെട്ട്. ഞാൻ സെയിലറായിരുന്നു, ഞാൻ ഷിപ്പിലായിരുന്നു. ആ ജോലി പോയി. പിന്നെ മൂന്നാമത്തെ നഷ്ടമാണ് എനിക്ക് എന്റെ മെന്റലി ഫിസിക്കലി ഇതാത്തത്. എന്റെ വൈഫ് പോയത്. വൈഫ് എന്തുകൊണ്ടാണ് പോയത്? എന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കും അവള് പോയത്. എന്തായിരിക്കും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അതറിയില്ല. ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി? ഇത്രയും കൊല്ലമായിട്ട് ചിന്തിച്ചിട്ടില്ല? 6 കൊല്ലമായിട്ട് ചിന്തിച്ചിട്ടില്ല? എന്തിനാണ് ചിന്തിച്ചിട്ട് വീണ്ടും വീണ്ടും കരയാനല്ലേ കൊടുത്തത്? എന്തിനാണ് അതൊക്കെ ഓർത്ത് കരയണത്? ജീവിതത്തിലല്ലാണ്ട് തന്നെ ഒരുപാട് വേദനകളുണ്ട് ഓർത്ത് കരയാനൊക്കെ. അതെ ഞാനിങ്ങനെ ഇമോഷണൽ ആയ ഞാൻ കരയും. ചിരിക്കാൻ തോന്നി ഞാൻ ചിരിക്കും. കാരണം ആ ഒരു ജീവിതമുള്ളൂ. അപ്പൊ ആ ജീവിതത്തില് എന്റെ ഓരോ അനുഭവവും ഞാൻ എൻജോയ് ചെയ്യണേ. കരയാൻ തോന്നിയാൽ കരയണം ബ്രദർ. ചുറ്റിനും ആൾക്കാർ എന്തോരം പേരുണ്ടാവും. ബോധറേ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. അതുപോലെ ചുറ്റിനും എത്ര പേരുണ്ടെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ചിരിക്കാം, അത് നിന്റെ ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? ഐ എം ജസ്റ്റ് ഹാവിങ് എവറി മൈ ഫീലിംഗ് ഇൻ മൈ ലൈഫ് യു നോ. ഇപ്പോഴത്തെ ഗവൺമെന്റ് തൂഫാൻ എന്ന് പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ് ഹണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്താണ് അതിനെപ്പറ്റി? അതിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ ബ്രദർ. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചിട്ട് നമ്മളെ പിള്ളേരെ എല്ലാരെയും അടിമകളാക്കി. അടിപ്പ് ഈ തൂഫാൻ പറഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ അന്നേരം? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഞാനൊരു ഗവൺമെന്റിനല്ല കുറ്റം പറഞ്ഞത്. ഒരു ഗവൺമെന്റിനല്ല. അവര് 10 കൊല്ലം ഭരിക്കുന്ന ടൈമിലാണ് ഈ പൊടി സുലഭമായി തുടങ്ങിയത് അല്ലേ? 10 കൊല്ലത്തിനിടയ്ക്കാണ് പൊടി. പിന്നെ എപ്പോഴാണ് ഈ പൊടി ശരിയാണ്, പറ, എനിക്കറിയില്ല. കൊറോണ ഇനോ പൊടി സുലഭമായി. പൊടി എല്ലായിടത്തും സുലഭമായി. അത് ഗവൺമെന്റ് ആണോ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ അതിന്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലേ ബ്രദർ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നല്ല. അവര് ഭരിക്കുന്ന ടൈമിനായിരുന്നില്ലേ? അതുകൊണ്ടാ പറഞ്ഞ 10 കൊല്ലം ഭരിച്ചിട്ട് നമ്മളെ പിള്ളേരെയൊക്കെ അടിമകളാക്കി. എന്നിട്ട് ഇപ്പൊ തൂഫാൻ വന്നിട്ട് അവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണം. ബ്രദർ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബ്രദർ. അവരെയൊക്കെ കറക്റ്റ് ഇതിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്താളം തന്നെ തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? പിന്നെന്താ ചെയ്യാൻ പറ്റുക? തൂഫാന് പകരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡ്രഗുകളൊക്കെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ബ്രദർ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി നശിച്ചു പോയെന്ന് തന്നെയാണോ പറയുന്നത്? നശിച്ചു പോയെന്നല്ലേ ബ്രദർ. ഈ നശിപ്പിക്കുന്ന ആരാണ് ബ്രദർ? മനുഷ്യൻ തന്നെയാണ് ബ്രദർ. പ്രകൃതി അല്ല ബ്രദർ, മനുഷ്യൻ തന്നെയാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ ലോകത്തെ ഏറ്റവും പോയിസൺ എന്താന്ന് വെച്ചാൽ മനുഷ്യനാണെന്ന് പറയുള്ളൂ. എന്താ മനുഷ്യരോട് അത്ര വിരോധം തോന്നാനുള്ള കാര്യം? മനുഷ്യനാണ് ബ്രദർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷം. കാരണം മനുഷ്യനല്ലേ ബ്രദർ യുദ്ധം ഉണ്ടാക്കണത്. മനുഷ്യനല്ലേ സ്വർഗതുല്യമായ ഭൂമിയെ നമ്മെ നശിപ്പിക്കുന്നത്. പിന്നെ മനുഷ്യനോട് ദേഷ്യം തോന്നണമെന്ന് എന്നെ മനുഷ്യനായിട്ട് കാണുന്നുണ്ടാ? ഞാൻ മനുഷ്യരൂപമുള്ള ഒരു മൃഗമാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരായിട്ട് അധികം ഇടപെടാറില്ല. മൃഗങ്ങളായിട്ടാണ് അധികം ഇടപെടുന്നത്. എവിടെ ചെന്നാലും എന്നെ കാണാനും എൻ്റെ ഒപ്പം ഇരിക്കാനും എൻ്റെ ഒപ്പം സംസാരിക്കാനും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്.
ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ചേട്ടൻ്റെ രാവിലെ ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് എങ്ങനെയാ? രാവിലെ എപ്പോൾ എഴുന്നേറ്റ് എപ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞേ. പോക മേളം. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാത്രി 9 മണിക്കടക്കാണെങ്കിൽ പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ പൈപ്പിൻ ചോട്ടി പോയി വെള്ളമൊക്കെ എടുത്ത് നോക്കും. അണ്ടി പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പനമ്മ ഉറങ്ങണായിരിക്കും. പണ്ട് അപ്പനമ്മക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെക്കും. ഞാൻ ചായയൊക്കെ റെഡി വെച്ചിട്ട് ഞാൻ കഞ്ഞിക്കിടും. അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ കഞ്ഞിക്കിടും. കഞ്ഞിക്കിട്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ട് വരും. അണ്ട് മീൻ വെട്ടി ക്ലീൻ ചെയ്തിട്ട് കറി വെക്കും. ചേട്ടൻ തന്നെ കറി വെക്കും? ഞാൻ തന്നെ കറി വെക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കും. പിന്നെ അലക്കാനുള്ള ഉടുപ്പുകളൊക്കെ എടുത്ത് അലക്കിയിടും. അമ്മ ഇപ്പം എഴുന്നേക്കുമ്പോ ബെഡ് കോഫി ആയിട്ട് ഞാൻ ചെല്ലും. ഭാഗ്യം എൻ്റെ അപ്പനമ്മക്ക് കേൾക്കാത്ത. അപ്പനമ്മക്കാണ് ഈ ചട്ടിക്കടിച്ചിട്ട് തരുന്നത്. കേൾക്കുമ്പോ തന്നെ അറിയില്ല പോയി തള്ളണത്. അതാ ഞാൻ ചോദിക്കാൻ. ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഞാനിത് എങ്ങടാ പോണത്. ചേട്ടന് സ്വപ്നങ്ങളാണ്. വീട്ടിലെല്ലാം ജോലി ചെയ്യണ അപ്പനും അമ്മയും കൂടിയാണ്. ഞങ്ങൾ ചെയ്യുന്ന ജോലി അവർ വെക്കുന്ന സാധനങ്ങൾ തിന്നു തീർക്കും. ഇത് തന്നെ. വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയാ? വീട്ടിലെ ചെലവൊക്കെ അപ്പന് പണിയുണ്ടെങ്കിൽ അപ്പൻ നോക്കും. അമ്മയുടെ പൈസ ഉണ്ടെങ്കിൽ അമ്മ നോക്കും. അനിയന്റെ പൈസ ഉണ്ടെങ്കിൽ അനിയൻ നോക്കും. അനിയനാണ് ഇപ്പൊ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിപ്പോ റെഗുലർ ജോബ് ഒന്നും ഇല്ല. ഇപ്പൊ എന്താണ് ജോലി? എന്താ ജോലി? ഇപ്പൊ മറ്റേ വല നീട്ടാൻ പോവും ബീച്ച് റോഡിൽ തന്നെ. മറ്റേ പൊന്തിലാണ് പോണ. അപ്പൊ ഇപ്പൊ 1 മാസം തൊട്ട് കടലിളകി കിടക്കുന്നത്. പൊന്തൊന്നും ഇറക്കാൻ പറ്റണ. പൊന്തിറക്കിയിട്ട് കല്ലിലേക്കൊക്കെ അടിച്ചു കയറ്റണ്. അപ്പൊ കടലൊന്ന് ശാന്തമായാലും നമുക്ക് പണി തുടങ്ങുള്ളൂ. എത്ര രൂപ ജോലി കിട്ടും ഒരു ദിവസം പോയി കഴിഞ്ഞാല്? അത് കടലമ്മ തന്നെ ജോലിയിരിക്കും. എന്നാലും ഒരു ഏകദേശം അത് കടലമ്മ തന്നെ ജോലിയിരിക്കും. അവിടെ ഏകദേശം ഒന്നുമില്ല. ചിലപ്പോ വാരിക്കോരി ചിലപ്പോ പോക്കറ്റ് കീറിയിടും. അങ്ങനെ കടലമ്മ തന്നെ. ചേട്ടാ 11ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോ ആരാണ് അത്രയും പ്രായമുള്ളത്? അതായത് 11 വയസ്സെന്ന് പറയുമ്പോൾ 4ലോ 5ലോ 6ലോ പഠിക്കാനുള്ള ഏജാണ്, പ്രായമാണ്. ആരാണ് ആദ്യമായിട്ട് തരുന്നത് ഉപയോഗിക്കാൻ? ആരും തന്നേലൊന്നുമില്ല. ഞാൻ തന്നെ കണ്ടെടുത്ത് വലിച്ചു. എവിടുന്ന്? ആ ടോക്ക് വിട്ടേക്ക് ബ്രദർ. ആ ടോക്കിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ആ ടോക്ക് വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ വരുത്തി തീർക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്തിനാണ് എങ്കിൽ പിന്നെ ബോംബാളിനെ കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചില്ലെന്ന്. ബോംബാളിലേക്ക് എവിടെ നിന്നാണ് ആദ്യം കഞ്ചാവ് കിട്ടിയത്? പരമശിവന് എവിടെ നിന്നാണ് കഞ്ചാവ് ആദ്യം കിട്ടിയത്? ഇന്ത്യയിൽ കഞ്ചാവ് എങ്ങനെ വന്നു? അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നിട്ട് എന്നോട് ചോദിക്ക്. അപ്പൊ ആ ക്ലാസ് ഞാൻ തരാം. ഇത് വെറുതെ നിങ്ങ എന്താണ് എന്നെ തൂഫാൻ ഒരു ഭാഗമാക്കി മാറ്റാൻ നോക്കരുത്. അല്ലല്ല, ഞാൻ ചോദിച്ചതാണ്. ചോദിച്ചാണ് നല്ല ചോദ്യങ്ങൾ. 5 പഠിക്കല്ലേ? 5 പഠിക്കുന്ന പറയുമ്പോ എത്ര ഉണ്ടാവും? ഞാൻ എന്നെ ഒരു കൊല്ലം നേരത്തെ ചേർത്ത. ഞാൻ 14ാമത്തെ വയസ്സാണ് മുമ്പേ 10ഒക്കെ തീർന്ന്. I'm a fucking brilliant മണ്ടനാണ്. വെറും മണ്ടൻ. ഈ അതിനുശേഷം ഡെയിലി ഉപയോഗിക്കുമായിരുന്നോ? ആദ്യത്തെ തവണ വലിച്ചതിന് ശേഷം? എന്ത് ദൈവം, ഇതെന്താണ് സ്മോക്കിംഗ് ക്ലാസ്? അല്ല, ഞാൻ ചോദിക്കാണ്. നിങ്ങൾ ചോദിക്കല്ലോ, നിങ്ങൊരു കഞ്ചാവ് ബോർഡൊക്കെ വെച്ചിട്ട് കഞ്ചാ ക്വസ്റ്റ്യൻസ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം അടിപൊളിയായിട്ട് ഞാൻ ഏറ്റവും സെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മുടെ സമൂഹത്തില് അതിനുള്ള അവസരം ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സമൂഹത്തിൽ വന്നാൽ വീണ്ടും വീണ്ടും ഞാൻ തന്നെ എന്റെ കുഴി ഞാൻ തന്നെ കുഴിക്കണ പോലെ ഇപ്പോ. എന്തിനാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്? അല്ല, ഇത് ഏത് പ്രായത്തിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇത് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഇതിനുള്ള പൈസയൊക്കെ ആര് തന്നു? എങ്ങനെ അതിന് പൈസ? ഞാൻ ഇതുവരെ എന്റെ സഹോദര ഞാൻ ഇതുവരെ കഞ്ചാവ് പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല? ഇല്ല. ഇന്നിപ്പോ ഈ നിമിഷം വരെ മേടിച്ചിട്ടില്ല? ഇല്ല. എന്തിനാണ് മേടിക്കണം? ഭൂമിയിൽ വിത്ത് വീണ് വളഞ്ഞല്ലേ നമുക്ക് കിട്ടുമെന്ന്. അപ്പൊ കൃഷിയുണ്ടോ? എന്തിന് കൃഷി നടത്തണമെന്ന്? കൃഷി നടത്താൻ ഞാനിവിടെ ഇരിക്കുമെന്ന്. ഞാനിവിടെ ഇരിക്കും. ഇപ്പൊ കൃഷി നടത്തുകയാണെങ്കിൽ ഞാനിപ്പോ പല സെൻട്രൽ ജയിലിൽ കിട്ടുന്നത്. ഒരു ചെടി പിടിച്ചാൽ തന്നെ 6 മാസം കിട്ടണം. കൃഷി നടത്തിയിട്ട് ഞാനിവിടെ ഇരിക്കുമെന്ന്. കൃഷി ഉണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ തോട്ടത്തിലുണ്ടാവും, അല്ലെങ്കിൽ ജയിലിലുണ്ടാവും. തോട്ടത്തിൽ സമാധിയായിട്ടുണ്ടാവും. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് യു ആൾസോ പാർട്ട് ഓഫ് തൂഫാൻ. ഞാനോ? അല്ല, ഒരിക്കലും അല്ല.
എനിക്ക് കിട്ടിയ കപ്പല്ല എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പോയി ഇന്റർവ്യൂവിൽ സംസാരിച്ച് കിട്ടിയ കപ്പുകളാണ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ റിമാൻഡ് ചെയ്ത് എന്തിനാണ് ഇന്റർവ്യൂവിനല്ല ലൈവ് വീഡിയോ ഇട്ടതിനല്ലേ ഞാൻ റിമാൻഡ് ആയത്. ദൈവമോ വീട് നിറച്ച് എക്സസൈസ് ആയിരുന്നു. വീട് ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് പോയത്. സെർച്ച് ചെയ്തിട്ട് അവർക്ക് ഒരു കഷ്ണം പോലും കിട്ടിയില്ല. ഞാൻ തന്നെ എന്റെ പോക്കറ്റ് എനിക്ക് സങ്കടം തോന്നിട്ട് ഞാൻ തന്നെ എടുത്ത് കൊടുത്തതായിരിക്കും. എക്സസൈസ് വീട് മൊത്തം സെർച്ച് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം പോലും കിട്ടിയില്ല. ഒരു കുരു പോലും കിട്ടിയില്ല. കാരണം കുരിയൊക്കെ ഞാൻ തന്നെ തിന്നെ. തിന്നു കുരു എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആണ് കഞ്ചാവിന്റെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് താൻ പോയിട്ട് കഞ്ചാവ് എന്താണെന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചിട്ടോ. മനസ്സിലായില്ലേ? വിശദമായിട്ട് കഞ്ചാവ് എന്താന്ന് പഠിച്ചിട്ടോ എന്നിട്ട് അതിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ നീക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തനിക്കൊന്നും കേറൂല. കാരണം തനിക്ക് അതെന്താണെന്ന് അറിയില്ല. തനിക്ക് ഈ മനുഷ്യനുണ്ടാക്കിയ സിഗരറ്റിനെ കുറിച്ചൊക്കെ മാത്രമേ അറിയുള്ളൂ. താനപ്പൊ ആദ്യം പോയിട്ട് ഇതെന്താന്ന് ഈ ദിവ്യനോ റസ്താഫാരൻസ് ഈ ചെടിയിൽ എന്തെന്നാ പറഞ്ഞത്? വീട് കഞ്ചാ എന്നൊന്നുമല്ല, കാനിവസ് ഒന്നൊന്നുമല്ല. അവര് പറഞ്ഞ ഹോളി പ്ലാന്റ്. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് ബ്രദർ. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഞാൻ ആരുടെ ഇനി തല്ലുപിടിക്കാനില്ല, ഒന്നിനുമില്ല ബ്രദർ. എനിക്കിനി കുറച്ച് ജീവിതമുള്ളൂ. ഞാനത് എവിടെയെങ്കിലും മൂലൊക്കെ ആ സൈഡിലൊക്കെ ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ എന്ന്. എന്തിനെന്ന് എന്നെ തന്നെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ വേദനിപ്പിക്കണത്? ഞാൻ പ്രതികരിക്കാത്തോണ്ടാണോ? ഞാനീ പ്രതികരിക്കണം നിങ്ങളോട്? പ്രതികരിച്ചാടാ നിന്റെയും എന്റെയും ഒക്കെ തലയാൻ വെട്ടിയിടും ഞാൻ. എനിക്ക് അത്രക്കുള്ള ദേഷ്യമുണ്ട്. ഞങ്ങളോടോ? നിങ്ങളോടല്ലടാ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് 3 വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞേ എനിക്ക് ആരുടെ ഒന്നും പ്രതികരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് യുനോ I have enough pain in my life, you know. Now I'm not looking for any. I'm not looking for any fame, brother. I'm just looking for my fucking peace only. For me, my peace is important, you know. I'm not looking for any fame. I don't want fame, brother. I don't want fame. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഐ എം എ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ്, യുനോ. ഞാൻ തെരുവിൽ നിന്നൊന്നും ഒരു കലാകാരനാണ്. ഞാൻ മരിക്കണമല്ലോ എനിക്ക് അതായിട്ട് അറിയപ്പെടുകയാണ് എനിക്കിഷ്ടം. തെരുവിൽ നിന്നൊന്ന കലാകാരൻ. മനസ്സിലായില്ലേ? ചേട്ടൻ ഇപ്പോ ഇങ്ങനെ ആളുകൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ചേട്ടനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എത്ര പേരുണ്ടാവും? എനിക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോ GB എന്ന് പറഞ്ഞൊരു ഇമാനുവൽ എന്നാവന്റെ പേര്. ബീച്ച് റോഡിലുള്ള. അവനാണ് ഞങ്ങളുടെ ടീമിന്റെ. എന്റെ അനിയന്മാർ സെറ്റാണ് നിങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ടീം ലീഡറൊക്കെ അവനാണ്. പുള്ളിയായിട്ടാണ് ഏറ്റവും അടുപ്പം. അവനായിട്ടാണ് ഏറ്റവും അടുപ്പം. പിന്നെ കുറെ സഹോദരന്മാരുണ്ട് നമുക്ക് അവിടെ. പിന്നെ ഗിൽട്ടൻ, അങ്ങനെ കുറെ ഉണ്ട്. ചേട്ടൻ ലൈഫിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അഡ്വൈസ് ആരാണ് തന്നത്? എന്തായിരുന്നു? എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അഡ്വൈസ് ഒരു യോഗിയാ പറഞ്ഞതിനോട്. ആരാ? ഒരു യോഗി. എവിടെ വെച്ച് പറഞ്ഞ? എവിടെ വെച്ച്, സ്ഥലം ഏത്, ടൈം എത്ര? നിങ്ങൾക്ക് പണ്ഡിതനാണോ? അല്ലല്ല. പിന്നെ ആരാ? ഞാനോ? അല്ലെന്ത് എല്ലാം ചോദിച്ചത് എവിടെ വെച്ച് പറഞ്ഞു? എവിടെ വെച്ച് എന്തായിരുന്നു അഡ്വൈസ്? അഡ്വൈസ് ഇത്രയാണ്: ഡോണ്ട് ഫോളോ ഹ്യൂമൻസ്, ഫോളോ നേച്ചർ, ഫോളോ പച്ചമ്മ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളി അഡ്വൈസ് അതാണ് അന്ന് തൊട്ട് എന്ന് പറയും ഫോളോ ചെയ്യുന്നത്. നോ, ഐ ഡോണ്ട് ഫോളോ എനിവൺ. ഐ ജസ്റ്റ് ഫോളോ മൈസെൽഫ്. ഇന്ത്യയിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ എവിടെയൊക്കെ പോകണം? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. എവിടെയൊക്കെ പോകണം? ഞാൻ കുറച്ച് സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. എവിടെ? ഞാനൊരു 4-5 സ്റ്റേറ്റിലേ പോയിട്ടുള്ളൂ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? മുംബൈ, ഗോവ, ആന്ധ്ര, കർണാടക. എനിക്കൊരു സംഭവം ഉണ്ടായിരുന്ന ഈ സ്റ്റേറ്റ്സിന്റെ കാര്യം വന്നപ്പോ, ഒരു 2 ദിവസം മുമ്പ് ഒരു അമേരിക്കൻ ഫാമിലി വന്നിട്ടുണ്ടായി ഫോർട്ട് കൊച്ചിയില്. They are born and brought up in America, but they are Mallus. 3 girls and 2 boys. When they saw me, they come to me and they tell, brother, I had fan of you, brother. They have attitude like this. Then I think, they are from states. Then I asked them, where are you guys from? And they told to me, that girl told to me, we are from states, brother. And I asked her, which place in states? We are from Chicago, brother. Then I told her, I am also from states, ma'am. Last week I just traveled from the states.
Then she asked me, where in state? I tell to her, last week I traveled from Tamil Nadu state to Andhra state back to Kerala state. അവർ തിരിഞ്ഞോളും നോക്കാണ്ട പോയിക്കോളെ. ഞാൻ അപ്പൊ ചോദിച്ചു, എന്തായാലും നിങ്ങക്ക് മാത്രം സ്റ്റേറ്റ് ഉള്ള, നമുക്ക് ഇവിടെ 28 സ്റ്റേറ്റ് തലർന്ന് കിടക്കണം. 28 സ്റ്റേറ്റാ നമുക്ക് കിടക്കണം. അവർക്ക് ഈ 2-3 സ്റ്റേറ്റും വെച്ച് നമ്മളിട്ടടിക്കാൻ വന്നേക്കെ. ഇതുപോലെയാണ് എപ്പോഴും മറുപടി പറയുന്ന ആളുകളൊക്കെ സംസാരിക്കുമ്പോ. കാരണം അതിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാവിയാണ് വിവേകാനന്ദനില്ലേ, ശ്രീ വിവേകാനന്ദൻ. ആ ഡാവിനാണ്. ഡാവ് പറഞ്ഞൊരു വാക്കുണ്ട്, കേരളം ഒരു പ്രാന്താലേ, എല്ലാ കേരളീയും പ്രാന്തന്മാരാണ്. സത്യോള്. എന്തുകൊണ്ടാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? നിന്നൊക്കെ പോലത്തെ ജീവികളൊക്കെ ജീവിക്കൊണ്ടാണ് അറിയുക. നീ ഞാനൊക്കെ ഇവിടെ ജീവിക്കണം. പിന്നെ പുള്ളി പറയില്ലേ, എല്ലാത്തിനും ഓരോ രീതിക്ക് പ്രാന്ത്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള പ്രാന്താണെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ഓരോ പ്രാന്തല്ലേ. എല്ലാ മനുഷ്യർക്കും ഓരോ പ്രാന്താണെങ്കിൽ പിന്നെ ഈ ഭൂമി നീങ്ങൂലല്ലടാ. ഇപ്പൊ എല്ലാരും എന്റെ പോലെ ആണെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ പോലെ, നമ്മെല്ലാം ബ്രദേഴ്സ് ഇങ്ങനെ സ്നേഹത്തിലൊക്കെ എല്ലാം പറന്ന് നിന്നനെ ചെടി വലിച്ചിട്ട്. ഇപ്പൊ അവന്റെ പോലെ ആണെങ്കിൽ ഇപ്പൊ എല്ലാരും ചെവിയിൽ അതും വെച്ചിട്ടുണ്ടാനെ. ഇപ്പൊ നിന്റെ പോലെ ആണെങ്കിൽ ഇപ്പൊ എല്ലാരും നിന്റെ പോലെ കുളച്ചിട്ടുണ്ടാനെ. ഇപ്പൊ ഇവന്റെ പോലെ ആണെങ്കിൽ ഏതെങ്കിലും മൂലൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നേ നാരിയൊക്കെ. പിന്നെ ഞാനെന്ത് പറയാ. ചേട്ടാ, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്കില്ലല്ലോ സന്തോഷം. എനിക്കുണ്ട്. എല്ലാരും പറയണ്ട പരിചയപ്പെട്ടൊരു സന്തോഷം. എനിക്ക് ആ സന്തോഷം കിട്ടാനല്ലോ കൂട്ടുകാരെ. ചേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം ചേട്ടൻ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. ചേട്ടൻ അന്വേഷിക്കുന്ന സമാധാനം, പീസ്, അത് ചേട്ടൻ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ ചേട്ടന് അവസരങ്ങൾ കിട്ടട്ടെ, സിനിമയിൽ വരട്ടെ. കോട്ടും സൂട്ടൊക്കെ കോട്ടും സൂട്ടൊന്നും ഉണ്ടല്ലോ ചേട്ടന്, നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ചേട്ടൻ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരാളല്ലേ, അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ലേ? എനിക്കൊരു ആദ്യ അവസരം, ഇനി സിനിമയിൽ അവസരമൊന്നും വേണ്ട. സിനിമയിൽ അവസരം വേണ്ടെന്നല്ല, സിനിമ ചെയ്യണം. ദാറ്റ്സ് മൈ ഡ്രീമിനോ. അതാ ഞാൻ പറഞ്ഞ, ആ അവസരങ്ങൾ കിട്ടട്ടെ. എനിക്ക് എന്റെ സാറിന്റെ പടം മാത്രം മതി. സോജൻ സാറിന്റെ. ആരെ? സോജൻ സാറിന്റെ. എന്റെ ഈ പടത്തിന്റെ ഒഫീസിന്റെ ഡയറക്ടറിന്റെ പടം മാത്രം മതി. അദ്ദേഹത്തിന്റെ പടം മാത്രം. അദ്ദേഹമാണ് ഞാനെന്ന കലാകാരനെ കണ്ടത്. സോ ഐ ജസ്റ്റ് പ്ലാൻ ടു ഡു ഹിസ് മൂവീസ്. ഓക്കെ, അപ്പൊ അതുപോലെയൊക്കെ സംഭവിക്കട്ടെ. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്കില്ല സന്തോഷം, അതാണ് ഇപ്പോഴും പറഞ്ഞത്. ഞാനതും കൂടി പറയുന്നുണ്ട്. എനിക്കാ സന്തോഷം. നിങ്ങൾ കുറെ നേരം സന്തോഷം കിട്ടട്ടെ ചേട്ടന്. എവിടെ കിട്ടും എനിക്കറിയില്ല. ഇല്ല, ഞാൻ ഞങ്ങളുടെ ഈ ജോലിയിലൂടെയൊക്കെയാണ് എന്റെ സന്തോഷം. കുത്തിത്തിരിപ്പിലൂടെ അല്ലേ? കുത്തിത്തിരിക്കുമ്പോഴാണ് വല്ലാത്ത സന്തോഷം. ഇതിനൊക്കെ മെഡിക്കൽ സയൻസിൽ മരുന്നില്ല. സൈക്കോസിന്റെ ഏറ്റവും അവസാനം കിട്ടുന്നതൊക്കെ ഇതോ ഞാൻ ചോദിക്കുന്നു. ഇല്ല, ഈ ചോദിക്കുന്നല്ല, ഈ ലെവൽ ഓഫ് ലൈഫ്. ലാസ്റ്റ് നീ തന്നെ നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ച്, കണ്ണാടിയൊക്കെ വെച്ച് നീ തന്നെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അദ്ദേഹം നോക്കുമ്പോ അവിടെ നിന്നും ചോദ്യം, ഇവിടെ നിന്നും ചോദ്യം. ലാസ്റ്റ് ലൈഫ് എന്റെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുസ്മേരി, അല്ലെങ്കിൽ കുസ്മേരിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ. കുസ്മേരി മെന്റൽ ഹോസ്പിറ്റൽ. അവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്ക. പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? പിന്നെ ഒരു ചെടീനെ കുറിച്ച് തന്നെ പാവൻ ചെടി അവിടെ വളർന്നു പോയിക്കോട്ടെ. ചെടീനെ കുറിച്ച് ആ ചെടി ഏതാണ്ട് എന്റെ അപ്പനും അപ്പൂപ്പനും കൂടി ചെടി കൊണ്ടുവന്ന് നട്ട് വെച്ച് ഞാൻ അപ്പന്റെ പേരില് വന്നേക്കണ ചെടി പോലെയാണ് എന്നോട് ചോദിക്കുന്നത്. ഈ ചെടി വലിച്ച ഒരുപാട് ലെജൻസ് ഭൂമിയിലുണ്ട്. അവരോടൊക്കെ പോയി ചോദിക്കുന്നത്, അവര് പറഞ്ഞു തരും. ചോദിക്കും. വിറക്കും കാലം ഇടുന്നിട്ട് അതൊക്കെ ഇണ്ണത് പോകണം. നെഞ്ചത്തെ ചൂട്ടിക്ക് ഒരു ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്ക. കഴിഞ്ഞ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടൻ ഇന്നലെ അവസാനമായിട്ടുണ്ടോ സ്വപ്നം? എന്താ ഒരു സ്വപ്നം ഉറക്കത്തില്? അവസാനമായിട്ടുള്ള സ്വപ്നം അടിപൊളി സ്വപ്നമാണ്. എന്തായിരുന്നു? ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുത്തെ 3 ആൾക്കാരെ തലക്കടിച്ചു. നല്ല സ്വപ്നം, അത് നടക്കാതിരിക്കട്ടെ. എന്ത് സ്വപ്നം, സ്വപ്നം വരെ മുഞ്ചിട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ബൈ.